ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായന പുറപ്പാട് പുസ്തകം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ വചനഭാഗത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യബന്ധങ്ങളുടെ വിശുദ്ധിയും കോപത്തിൻ്റെ അപകടവും ഉത്തരവാദിത്വമുള്ള ജീവിതത്തിൻ്റെ ആവശ്യകതയുമാണ്. ഈ ദൈവവചനം ഇന്ന് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവമുൻപാകെ വണങ്ങാം. സ്നേഹനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ജീവിതവും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ കൈപിടിച്ചു നടത്തിയതിനായിട്ട് തമ്പുരാനെ നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ ധ്യാനിക്കുവാൻ പോകുന്ന ഈ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനുള്ളതാക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ വാക്കുകളെയും ഞങ്ങളുടെ പ്രവൃത്തികളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. കോപം, വൈരാഗ്യം, അസഹിഷ്ണുത എന്നിവയിൽ നിന്ന് തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. സ്നേഹത്തിലും ക്ഷമയിലും സമാധാനത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ ധ്യാനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും തമ്പുരാനെ നിന്റെ ദൈവീക സ്പർശനം അവരിൽ ഉണ്ടായിരിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പുറപ്പാട് പുസ്തകം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം നമുക്കൊന്ന് പരിശോധിക്കാം. തൻ്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിൽക്കുകയാകട്ടെ, അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കുകയാകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റവനെ കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെയും എഴുന്നേറ്റ് വടിയൂന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത്. എങ്കിലും അവൻ അവൻ്റെ മിനക്കേടിനു വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇപ്രകാരമാണ് ഈ വചനഭാഗത്തിൽ നാം കാണുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ വചനഭാഗത്തിൽ ദൈവം മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും പരസ്പര ബഹുമാനത്തെക്കുറിച്ചും വളരെ ശക്തമായി സംസാരിക്കുന്നു. മാതാപിതാക്കളെ അപമാനിക്കുന്നതും മറ്റൊരാളെ ദേഷ്യത്തോടെയും കോപത്തോടെയും ആക്രമിക്കുന്നതും ദൈവഹിതമല്ലെന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ വാക്കുകൾ പോലും മറ്റൊരാളുടെ ജീവിതത്തെ മുറിവേൽപ്പിക്കുവാൻ കഴിയും. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ കോപത്തിനേക്കാൾ കരുണയും പ്രതികാരത്തിനേക്കാൾ ക്ഷമയും ഉണ്ടായിരിക്കണം. പ്രിയ ദൈവ പൈതങ്ങളെ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഇന്ന് തകരുന്ന ബന്ധങ്ങളുടെ പ്രധാന കാരണം നിയന്ത്രണമില്ലാത്ത കോപവും കടുപ്പമുള്ള വാക്കുകളുമാണ്. പക്ഷേ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാകാതെ സൗഖ്യം പകരുന്നവരാകുക എന്ന ആ ഒരു വലിയ സത്യമാണ്. ഈ വചനഭാഗം നമ്മോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും മറ്റൊരാൾക്ക് ജീവൻ പകരുന്നതാണോ അതോ മുറിവേൽപ്പിക്കുന്നതാണോ? നാം ഇന്ന് ചിന്തിക്കുക പ്രിയ ദൈവമക്കളെ. ദൈവം നീതിയുടെ ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദിത്വവും കരുണയും സ്നേഹവും എക്കാലവും ഉണ്ടായിരിക്കണം. ഇന്ന് നമുക്ക് തീരുമാനിക്കാം, കോപത്തേക്കാൾ സ്നേഹത്തെ ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന്, വൈരാഗ്യത്തെക്കാൾ ഞാനിന്ന് ക്ഷമയെ തിരഞ്ഞെടുക്കുന്നു എന്ന്, മുറിവേൽപ്പിക്കുന്ന വാക്കുകളേക്കാൾ ആശ്വാസം പകരുന്ന വാക്കുകൾ
ഞാൻ ഇന്നു മുതൽ സംസാരിക്കും എന്ന് നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. പ്രിയ ദൈവമക്കൾ, നമുക്ക് നമ്മുടെ തലകൾ ദൈവം മുൻപാകെ വണങ്ങി പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച, ഞങ്ങൾ കേൾക്ക ഈ തിരുവചനത്തിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള കോപവും അഹങ്കാരവും ദേഷ്യവും തമ്പുരാനെ അവിടുന്ന് നീക്കിക്കളയണമേ. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ അനുഗ്രഹമുള്ളതായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയട്ടെ. മുറിവേറ്റ ഹൃദയങ്ങൾക്ക് തമ്പുരാനെ ആശ്വാസം പകരുന്ന വാക്കുകൾ ഞങ്ങളുടെ നാവുകളിൽ നിന്നുണ്ടാകുവാൻ തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. രോഗികളായവരെ സ്പർശിക്കണമേ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് തമ്പുരാനെ നീ അവിടുന്ന് വഴികാട്ടിയായിരിക്കണമേ. ഇന്നത്തെ ദിവസം മുഴുവനും ദൈവകൃപയാൽ അനുഗ്രഹീതമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.